നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ ഐഗൻ വാല്യൂവും ഐഗൻ വാല്യൂസുമായി ബന്ധപ്പെട്ട വെക്ടറുകൾ എങ്ങനെയാണ് കാണുന്നത്, ഐഗൻ വെക്ടറുകൾ എങ്ങനെയാണ് കാണുന്നത്, 2x2ന്റെയും 3x3ന്റെയും കണക്കുകൾ ചെയ്തു. ഐഗൻ വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി ഒക്കെ ചെയ്തു. ഇനി ഐഗൻ വെക്ടേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ഐഗൻ വാല്യൂ ഉപയോഗിച്ചിരിക്കുന്ന വളരെ വൈഡായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു സെക്ഷനാണ്. അതാണ് ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ്. ഐഗൻ വാല്യൂസ് ഉപയോഗിച്ച് ഐഗൻ വെക്ടേഴ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ ഡയഗണലൈസ് ചെയ്യുക എന്ന് പറയാം. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഒരു മെട്രിക്സിനെ ചില പ്രോസസ്സിലൂടെ ഡയഗണൽ മെട്രിക്സ് ആക്കി മാറ്റും. എന്താണ് ഡയഗണൽ മെട്രിക്സ്? ഡയഗണലിൽ മാത്രം നോൺ സീറോ എലമെന്റ് വരികയും ഓഫ് ഡയഗണലുകളിലെല്ലാം സീറോ എലമെന്റ് ആവുകയും ചെയ്യുന്ന മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ്. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ചോദിക്കാം, വാട്ട് ഈസ് മീൻ ബൈ ഡയഗണൽ മെട്രിക്സ്? A square matrix in which all diagonal elements are zero are called diagonal matrix. അങ്ങനെ ഒരു സ്ക്വയർ മെട്രിക്സ് എല്ലാ എലമെന്റുകളും ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ ചില പ്രോസസ്സിലൂടെ ഡയഗണൽ മാത്രമുള്ള മെട്രിക്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഡയഗണലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഇനി എന്താണ് സിമിലാരിറ്റി അല്ലെങ്കിൽ എന്താണ് സിമിലർ മെട്രിക്സസ് എന്ന് പറഞ്ഞാൽ, എയും ബിയും രണ്ട് മെട്രിക്സുകളാണെന്ന് വെക്കുക. എയും ബിയും രണ്ട് മെട്രിക്സുകളാണ്. അവ സിമിലർ ആവണമെങ്കിൽ എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി സിമിലർ. ഒരു ക്ലാസ്സിൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എയും ബിയും സിമിലർ ആവണമെങ്കിൽ എ ഈക്വൽ ടു പി ഇൻവേഴ്സ് ബി ഇൻറ്റു പി എന്ന് എഴുതാൻ കഴിയണം. പി ഇൻവേഴ്സ് ബി ഇൻറ്റു പി അല്ലെങ്കിൽ പി ബി ഇൻറ്റു പി ഇൻവേഴ്സ് എന്ന് എഴുതാൻ കഴിയണം ഫോർ എ നോൺ സീറോ ഇൻവോൾവബിൾ മെട്രിക്സ് ബി. നമ്മൾക്ക് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ പി ഇൻവേഴ്സ് ബി ഇൻറ്റു പി എഴുതുമ്പോൾ നിങ്ങൾക്ക് എ എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് കിട്ടുമെങ്കിൽ എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി സിമിലർ. അതിനെ സിമിലർ എന്ന് പറയാം. അങ്ങനെ ഒരു സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു മെട്രിക്സിനെ ആരാക്കി മാറ്റുന്നത്, ഡയഗണൽ മെട്രിക്സ് ആക്കി മാറ്റുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തരുമ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെന്ന് നോക്കുക. ഇതാണ് നമ്മളുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷനുമായി അസോസിയേറ്റ് ചെയ്ത മെട്രിക്സ് എന്ന് നോക്കുക. ടി ഓഫ് എക്സ് ഈക്വൽ ടു ax എന്നാണല്ലോ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറയുക. ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എ എന്ന് പറയുന്നത് റൊട്ടേഷൻ ആകാം, റിഫ്ലക്ഷൻ ആകാം, എന്ത് വേണം, ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷനും ആകാം. ഈ എ എന്ന് പറയുന്ന ആളെ നിങ്ങൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ വിധേയമാകും എന്ന് വെക്കുക. അപ്പോൾ എയുമായി സിമിലാരിറ്റി വിധേയമാകുമ്പോൾ പി ഇൻവേഴ്സ് എ ഇൻറ്റു പി എന്നാണ് വരിക. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എ വിധേയമാകും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡി എന്ന് പറയുന്ന ഡയഗണൽ മെട്രിക്സ് കിട്ടും. അങ്ങനെ ഡി എന്ന് പറയുന്ന ഡയഗണൽ മെട്രിക്സ് എപ്പോഴാണ് കിട്ടുക? നിങ്ങൾ എടുക്കുന്ന പി എന്ന് പറയുന്ന മെട്രിക്സ് നോൺ സീറോ ഇൻവെർട്ടിബിൾ മെട്രിക്സ്, ഈ പി എന്ന് പറയുന്ന ഐഗൻ വെക്ടറുകൾ ചേർന്ന മെട്രിക്സ് ആയിരിക്കണം. അതായത് നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് അതിന്റെ ഐഗൻ വാല്യൂ കാണാൻ പറയും. നമുക്കറിയാം എ മൈനസ് ലാംഡ സീറോ എടുക്കുമ്പോൾ ലാംഡയുടെ വിലകൾ കിട്ടും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡയുടെ വിലകൾ കിട്ടും. ഓരോ വിലയ്ക്കും നമ്മൾ ഐഗൻ വെക്ടറുകൾ കണ്ടുപിടിക്കും. ഈ വെക്ടറുകളെ എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ മെട്രിക്സ് ആക്കി എഴുതാൻ അയാളെയാണ് നമ്മൾ ഈ പി എന്ന് വിളിക്കുക. അയാളെ വേണം, അയാളുടെ ഇൻവേഴ്സ് വേണം. പി ഇൻവേഴ്സിനെ ഈ എ മെട്രിക്സിനാണ് കണ്ടത്. ആ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെറ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ഇനി ആ ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? ആ ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണലിൽ വരുന്ന എലമെന്റുകൾ നമ്മളുടെ ഐഗൻ വാല്യൂസ് തന്നെയായിരിക്കും. ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണലിൽ വരുന്ന എലമെന്റുകൾ എന്ത് തന്നെയായിരിക്കും? നമ്മളുടെ ഐഗൻ വാല്യൂ ആയ λ1, λ2, λ3 ഫോർ 3/3 മെട്രിക്സ്. 2/2 ആണെങ്കിൽ 2/2 ഡയഗണൽ λ1, λ2. അപ്പോൾ അതാണ് ഡയഗണലൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കിട്ടുന്ന മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അതിന്റെ ഡയഗണലിൽ വരുന്ന എലമെന്റുകൾ ഐഗൻ വാല്യൂസ് തന്നെയായിരിക്കും. അതിനകത്ത് അത് കറക്റ്റാണ് ചെയ്തെങ്കിൽ കറക്റ്റായി നമുക്ക് ഡയഗണൽ എന്ത് തന്നെ കിട്ടും? ഐഗൻ വാല്യൂ തന്നെ കിട്ടും. അതൊരു പ്രോസസ്സാണ്. അത് ചെയ്ത് നമ്മൾ ഡയഗണൽ മെട്രിക്സിലേക്ക് എത്തിച്ചേരും. അതെങ്ങനെയാണ് നമുക്ക് പിന്നീട് നോക്കാം. ഇനി എന്താണ് ഈ ഡയഗണലൈസേഷൻ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്? ഡയഗണലൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്നല്ലോ. അല്ലെങ്കിൽ പിന്നെ ഡയഗണലൈസേഷൻ ഇത്രയും പാടുപെട്ട് പ്രോസസ്സിലൂടെ ഡയഗണലൈസേഷനിലേക്ക് എത്തിച്ചേരേണ്ട കാര്യമില്ല. എന്താണ് ഡയഗണലൈസേഷൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് പറയാൻ പോകുന്നത്. നോക്കൂ, നമ്മൾക്ക് ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട് അല്ലേ? ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ഏകന്മാരി പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം തന്നാൽ അതിനെ എക്സ്പാൻഡ് ചെയ്യണം, അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരുത്തണം, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യണം, റിഫ്ലക്ട് ചെയ്യണം. അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഐഗൻ വാല്യൂസിനെ കൂടുതൽ ഉപയോഗിക്കുക. കാരണം ഒരു മെട്രിക്സ് ചെയ്യേണ്ട ജോലി ഒരു നമ്പർ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഐഗൻ വാല്യൂസിന് വലിയ പ്രാധാന്യം ആണല്ലോ. ഇനി അതവിടെ നിൽക്കട്ടെ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ
xy വരുന്ന പോസിറ്റീവായ നെഗറ്റീവായ ഇൻഫിനിറ്റി ഓഫ് പോയിന്റ്സുകൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഈ പോയിന്റുകളെ എല്ലാം നിങ്ങൾക്ക് 1 0 എന്നും 0 1 എന്ന് പറയുന്ന രണ്ട് വെക്ടറുകൾ v1 v2 എന്ന് പറയുന്ന രണ്ട് വെക്ടറുകൾ ഉപയോഗിച്ച് ഈ ഇൻഫിനിറ്റ് പോയിന്റ്സിനെ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അങ്ങനെ എഴുതാൻ കഴിയുന്നത് കൊണ്ടാണ് അവയെ ബേസിസ് എന്ന് വിളിക്കുന്നത്. ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആൻഡ് ബേസിസ്. സ്പാനിങ് ഓഫ് വെക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് എഴുതുന്നത്. അപ്പം 1 0 0 1 വെച്ച് നിങ്ങൾക്ക് ഈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ആ സ്പേസിലെ എല്ലാ പോയിന്റുകളും എഴുതാൻ കഴിയും. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. 6 അങ്ങനെ എനിക്ക് എങ്ങനെ എഴുതാൻ കഴിയും? 6 into 1 0 6 into 1 0 plus 7 into 0 1. ഇതിൽ കൂടി നോക്കൂ, 1 0 0 എന്ന് പറയുന്ന രണ്ട് വെക്ടറുകളെ രണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടില്ലേ? കിട്ടും. നിങ്ങൾ ഏത് പോയിന്റ് എടുത്താലും അവയൊക്കെ ഈ രണ്ട് വെക്ടറുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. c1 v1 plus c2 v2. ഇതിനകത്ത് നമുക്ക് 4 5 എടുത്തു. 4 5 എങ്ങനെ എഴുതുക? 4 into 1 0 plus 5 into 0 1. ഇനി -4 -5 ആണെങ്കിലോ -4 into 1 0 plus -5 into 0 1. അപ്പോൾ ഇതിലുള്ള എല്ലാ പോയിന്റുകളെയും ഈ രണ്ട് വെക്ടർ വെച്ച് നിങ്ങൾക്ക് എഴുതാൻ കഴിയും അല്ലേ? ഈ രണ്ട് വെക്ടർ വെച്ച് നിങ്ങൾക്ക് സ്പാൻ ചെയ്തെടുക്കാൻ കഴിയും, എഴുതാൻ കഴിയും. അങ്ങനെ സ്പാൻ ചെയ്തെടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകുന്നത്. ഈ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകുന്നതുകൊണ്ടാണ് ബേസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1 0 0 1 എന്ന് പറയുന്ന വെക്ടർ ആർ സ്ക്വയറിന്റെ ഇനിഷ്യൽ ബേസിസ് ആണ്, ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബേസിസ് ആണ്. ഇവ രണ്ടുപേരും ചേർത്ത് വെച്ചാൽ ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ് കിട്ടുക. അറിയാലോ, 1 0 0 1. ഇതെന്താ സാധനം? നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന 2/2 ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ? ഈ ഐഡന്റിറ്റി മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് അല്ലേ? ആണല്ലോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 0 എന്നും 0 1 എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, രണ്ട് വെക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർ സ്ക്വയറിനെ മൊത്തം സ്പാൻ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ഡയഗണൽ മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ആർ സ്ക്വയറിനെ മൊത്തത്തിൽ സ്പാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 1 0 0 1 എന്ന് പറഞ്ഞത്? കാരണം നമ്മൾ എക്സ് ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒന്ന് കഴിഞ്ഞ് നമ്മൾ അടുത്ത പോയിന്റിന് 2 3 4 5 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് നമ്മൾ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് 1 എന്ന് പറയുന്ന അളവിലാണ്. ആരെങ്കിലും എക്സ് ആക്സിസ് 0 കഴിഞ്ഞ് 5 5 കഴിഞ്ഞ് 8 8 കഴിഞ്ഞ് 11 എഴുതുമോ? ഇല്ല. ഈക്വലായ ഒരു യൂണിറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ എക്സ് ആക്സിസ് പോയിന്റുകളെ പ്ലോട്ട് ചെയ്യുന്നത്. ഇവിടെ വൈ ആക്സിസിൽ ഒരു യൂണിറ്റ് വെച്ചാൽ അതുകൊണ്ടാണ് 1 0 0 1 എന്ന് വരുന്നത്. മനസ്സിലാവുന്നത്? 1 0 0 1 എന്ന് വരുന്നത് അതുകൊണ്ടാണ്. അപ്പം എക്സ് ആക്സിസിൽ 50 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് അർത്ഥം ഈ 1നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടുന്നതാണ്. അപ്പൊ 1 ഒരു യൂണിറ്റ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ ഡയഗണൽ മെട്രിക്സ് ആണ് ആർ സ്ക്വയറിനെ സ്പാൻ ചെയ്യുന്നത്. ഇനി എന്താ നമ്മുടെ ഡയഗണലൈസേഷൻ ഇമ്പോർട്ടൻസ്? അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 1 0 0 1 ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ആർ സ്ക്വയറിനെ സ്പാൻ ചെയ്യുന്നത്. ആർ സ്ക്വയറിലെ എല്ലാ പോയിന്റുകളെയും നമ്മൾ 1 0 0 1 എന്ന് പറയുന്ന ഈ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് എഴുതാൻ കഴിയും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് 5 -2 2 എന്ന് പറയുന്ന മെട്രിക്സിൽ നിന്നാണ് തുടങ്ങിയത്. ആ മെട്രിക്സ് തുടങ്ങി അവിടെ ലാംഡയ്ക്ക് രണ്ട് വിലകൾ കിട്ടിയിരുന്നു, 1 ഉം 6 ഉം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ 1 ഉം 6 നിങ്ങൾ അവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ഞാൻ വരച്ചിരുന്നു, ABCD എന്ന് പറഞ്ഞിട്ട്. ABCD ഷേപ്പ് വരച്ച ശേഷം ഓരോ വെർട്ടിക്സസുകളും ഈ മെട്രിക്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടെ പറഞ്ഞ കാര്യം 1 2 എന്ന് പറയുന്നത് ബി ഇരിക്കുന്ന 1 2 എന്ന് പറയുന്ന പോയിന്റിന് എലോങ് ആയിട്ട് വരുന്ന വെക്ടറുകളിൽ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ നിങ്ങൾ ഈ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ലാംഡ ഈക്വൽ ടു 6 കൊണ്ട്, അതായത് ഇവിടെ വരുന്ന ഏതൊരു വെക്ടറെ 1 2 എന്ന് പറഞ്ഞ പോയിന്റ് വന്നാൽ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ ഈ മെട്രിക്സ് കൊണ്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് തുല്യമാണ് ഇയാളെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടെ വരുന്ന വെക്ടറിന് തുല്യമാണ് ആ പോയിന്റിനെ 1 കൊണ്ട്, ലാംഡ ഈക്വൽ ടു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ആ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ചേഞ്ച് ഓട്ടോമാറ്റിക്കലി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതായിരുന്നു ഷേപ്പ്. ഇനി ഇതിനെ എങ്ങനെയാണ് ഡയഗണലൈസേഷൻ കൊണ്ട് എങ്ങനെയാണ് എളുപ്പമാണെന്ന് പറയുന്നതിന് ഒരു കാര്യം, ഇവിടെ ആയിരുന്നു പോയിന്റ് എങ്കിൽ സപ്പോസ് ഇതാണ് ഷേപ്പ്, ഈ ഷേപ്പിന്റെ ഇവിടെ ആയിരുന്നു പോയിന്റ് എന്നുണ്ട്. ഇവിടുത്തെ പോയിന്റ് ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു ഹാഫ് കോമ 1 വന്നോട്ടെ, ഹാഫ് കോമ 1. ഇവിടെ ആയിരുന്നു പോയിന്റ് എങ്കിൽ എനിക്ക് ഈ ഡയഗണലിലെ എലമെന്റിനെ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഉള്ളതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് പോലെ ഹാഫ് കോമ 1 എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിന്റെ ഇവിടെ ഉള്ള പോയിന്റിനെ എനിക്ക് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. എന്തുകൊണ്ടാണ്? കാരണം ഈ ലൈനിലോ വന്നാൽ മാത്രമേ എനിക്ക് ഐഗൻ വാല്യൂവിന്റെ നിയമപ്രകാരം ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പെട്ടെന്ന് എഴുതാൻ കഴിയും. ഇവിടെ
എനിക്ക് ഐഗൺ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. പകരം ഞാൻ ഈ മെട്രിക്സ് കൊണ്ട് ഇയാളെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് അവിടെ മാർക്ക് ചെയ്യണം. ഈ മെട്രിക്സ് കൊണ്ട് തന്നെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലാതെ എനിക്ക് കാണാനേ കഴിയില്ല. അതേസമയം ഈ ഡയഗ്രം ഇവിടെയാണ് വരുന്നതെങ്കിൽ ഞാൻ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം അത് ഐഗൺ വാല്യൂവിന്റെ ഐഗൺ വെക്ടർ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ വരുന്ന പോയിന്റ് ചെയ്യാൻ കഴിയും. ഇത് എങ്ങനെയാണ് ഡയഗണൈസേഷൻ കൊണ്ട് എളുപ്പമാകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ നമുക്കൊരു മെട്രിക്സ് ഉണ്ട്, ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, നമ്മൾ എക്സ് ആക്സിസ് എടുത്തു, ഇതായിരുന്നു മെമ്പറിൽ. നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു പോയിന്റിനെ ആ പോയിന്റ് ഈ രണ്ട് വെക്ടറിൽ വരാത്തത് കൊണ്ട് ഈ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ അതിൽ എന്ത് കിട്ടൂ എന്ന് പറഞ്ഞു. നെറ്റ് റിസൾട്ട് ആയിട്ടുള്ള ഇതിന്റെ എന്താണോ ഈ മെട്രിക്സ് അപ്ലൈ ചെയ്ത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോൾ എന്ത് ഉത്തരം കിട്ടുമെന്നറിയാൻ ഈ മെട്രിക്സിനെ ഇയാൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഈ പോയിന്റിന്റെ റിസൾട്ട് കിട്ടൂ. അതേസമയം ഡയഗണലിൽ വന്നാൽ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയും പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതായിരുന്നല്ലോ എന്റെ ഐഗൺ വെക്ടറുകൾ, എല്ലാം കിടക്കുന്ന വെക്ടർ രണ്ടെണ്ണം. ഞാൻ ഈ എക്സ് വൈ ആക്സിസുകളെ ഇതിലേക്ക് തിരിച്ചു, ഈ ആക്സിസിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എക്സ് വൈകളെ മാറ്റുന്നു. എക്സ് വൈ എന്ന് പറയുന്ന ആക്സിസ് മാറ്റിയിട്ട് ഞാൻ ആക്സിസുകളെ ഈ വെക്ടർ നിലവുമായിട്ട് എടുക്കുന്നു. ഇപ്പൊ നോക്കൂ, ഈ എക്സ് വൈ ആക്സിസുകളില്ല. എക്സിനെ പുതിയ വെക്ടർ നിലവുമായിട്ടുള്ള പുതിയ എക്സ് ഡാഷ് ആക്സിസ് ആയി, വൈയെ പുതിയ വൈ ഡാഷ് ആക്കി മാറ്റി. നോക്കൂ, ഒറിജിൻ റിസർവ്ഡ് ആണ്. അതുകൊണ്ടാണ് ലീനിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. കാരണം ഒറിജിനുകൾ എപ്പോഴും ഒറിജിനായിട്ട് തന്നെ കിടക്കും, ആ പോയിന്റിൽ യാതൊരു മാറ്റമില്ല. അപ്പൊ ഇതിനെ ഞാൻ ആക്സിസിനെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ എനിക്ക് 1 2 2 4 എല്ലാം ആ പോയിന്റിൽ തന്നെ ഇവിടെ ഈ ലൈനാണല്ലോ ഞാൻ അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 2 എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ മൾട്ടിപ്ലൈ 2 4 എല്ലാം ഈ ലൈനിൽ കിടക്കും. -2 1 അതിന്റെ മൾട്ടിപ്പിളുകളെല്ലാം ഈ ലൈനിൽ കിടക്കും. ആ വെക്ടറിലുള്ള പോയിന്റുകളൊന്നും മാറ്റില്ല, അങ്ങനെ തന്നെ കിടക്കും. ഇനി ഈ ആക്സിസിനെ ബേസ് ചെയ്താണ് എന്റെ പുതിയ പോയിന്റ് വേണ്ടുന്നത്. ഇവിടെ ഹാഫ് 1 എന്ന് കിടക്കുന്നത് എന്റെ ഒറിജിനൽ ആയ ഗ്രാഫിലുള്ള എക്സ് വൈ ആക്സിസ് പ്രകാരമാണ്. എന്നാൽ എക്സ് ഡാഷ് വൈ ഡാഷ് ആക്സിസിലേക്ക് ഞാൻ ആ പോയിന്റിനെ മാറ്റുമ്പോൾ എനിക്കൊരു പുതിയ പോയിന്റാണ് കിട്ടുക, എക്സ് ഡാഷ് വൈ ഡാഷ്. ഹാഫും 1 പകരം ഇതിലേക്കുള്ള ഒരു പുതിയ പോയിന്റാണ് കിട്ടുക. കാരണം എന്തുകൊണ്ടാണ് ഈ ഹാഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ആക്സിസിൽ ഹാഫ് ദൂരം, വൈ ആക്സിസിൽ ഒരു ദൂരം. അതുകൊണ്ടാണല്ലോ ഹാഫ് 1 എഴുതുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പുതിയ ആക്സിസിലേക്ക് എത്ര ദൂരം എന്നറിയില്ല, ഇവിടെ നിന്ന് പുതിയ വൈയിലേക്ക് എത്ര ദൂരം എന്നറിയില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല, എനിക്കിപ്പോ അറിയില്ല. അതുകൊണ്ട് ഞാൻ എക്സ് ഡാഷ് വൈ ഡാഷ് കൊടുത്തു. ഈ പോയിന്റിന് തുല്യമായ പോയിന്റ് തന്നെയാണിത്, പക്ഷെ പുതിയ പോയിന്റാണ് എക്സ് ഡാഷ് വൈ ഡാഷ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതല്ലേ എന്റെ പുതിയ ആക്സിസ്. ഈ ആക്സിസിന്റെ പ്രത്യേകത എന്താ? ഇവിടെ വരുന്ന ഏതൊരു പോയിന്റും ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ 6 ടൈംസ് ആയി മാറും. ലാംഡ 6 അല്ലേ? ഇവിടെ വരുന്ന ഏതൊരു പോയിന്റും ഈ പുതിയ ആക്സിസിൽ എന്താവും? *6 ടൈംസ് എന്നാകും. ആണല്ലോ, അതാണല്ലോ ഈ ലൈനിന്റെ പ്രത്യേകത. ഈ ലൈനിന്റെ പ്രത്യേകത എന്താ? ഈ ലാംഡ 1ന് റെസ്പോണ്ടിങ് ആയ ആക്സിസ് അല്ലേ? പുതിയ പോയിന്റിൽ 1 ടൈംസ് എന്നാകും എന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ എന്റെ ആക്സിസ് എങ്കിൽ ഇവിടെ വരുന്ന ഏതൊരു പോയിന്റിലും നിങ്ങൾ എടുക്കുന്ന ഏതൊരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, ആ പോയിന്റ് പിയും ക്യൂവും എങ്കിൽ ഈ പി എന്ന് പറയുന്ന ഈ ആക്സിസിൽ കിടക്കുന്ന പോയിന്റ് അല്ലേ? അപ്പം ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് PA6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന തുല്യമായിരിക്കില്ലേ? കാരണം പി ബേസ് ചെയ്യുന്ന ആക്സിസ് ഇതാണ്. ഇവിടെ കിടക്കുന്ന പോയിന്റുകളൊക്കെ 6 ടൈംസ് ആവേണ്ടതാണ്. അപ്പോ എനിക്ക് പി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ പിക്ക് പുതിയ ആക്സിസ് എടുക്കുമ്പോൾ പി ഇവിടെ, എന്റെ ക്യൂ ഇവിടെ എന്ന് പറയുമ്പോൾ പുതിയ സ്ഥലത്ത് PA6 ടൈംസ് കൊണ്ടും ക്യൂവിനെ 1 ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പുതിയ പോയിന്റ് 6P, Q എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കില്ലേ എന്റെ പുതിയ ട്രാൻസ്ഫോം ചെയ്ത ശേഷം കിട്ടുക. എന്തുകൊണ്ടാണ്? കാരണം ഇതാണ് എന്റെ ആക്സിസ്. ഇതെന്റെ ആക്സിസ് ആകുമ്പോൾ PQ പോയിന്റ് അടയാളപ്പെടുത്താൻ P ഈ ആക്സിസിൽ കിടക്കും, Q ഈ ആക്സിസിൽ കിടക്കും. ഈ ആക്സിസിൽ കിടക്കുന്ന Pയുടെ പ്രത്യേകത എന്താ? മെട്രിക്സ് ട്രാൻസ്ഫോം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോൾ ഈ കിടക്കുന്ന പോയിന്റുകൾ 6 ടൈംസ് ആകും, ഈ കിടക്കുന്ന പോയിന്റ് 1 ടൈം ആകും. അപ്പോൾ PQ ന്റെ ട്രാൻസ്ഫോർമേഷൻ 6P, Q എന്നായി മാറും. അതേപോലെ എക്സ് ഡാഷ് വൈ ഡാഷ് ഈ മെമ്പറിലുള്ള ഈ ഷേപ്പിലുള്ളതാണെങ്കിൽ എക്സ് ഡാഷ് ഇവിടുത്തെ പോയിന്റും വൈ ഡാഷ് ഇവിടുത്തെ പോയിന്റും അല്ലെങ്കിൽ എക്സ് ഡാഷും വൈ ഡാഷും, എക്സ് ഡാഷ് ഇവിടുത്തെ പോയിന്റ് വൈ ഡാഷ് ഇവിടുത്തെ പോയിന്റ് അല്ലേ? അപ്പൊ എക്സ് ഡാഷിനെ 6 ടൈംസ് എക്സ് ഡാഷ് ആകും, വൈ ഡാഷ് 1 ടൈംസ് ആണ് വൈ ഡാഷ് തന്നെ കിടക്കുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന ഷേപ്പില്ലേ, ഡയമണ്ട് ഷേപ്പിൽ കിടക്കുന്നത്, ഒരു ഡയമണ്ട് ഷേപ്പിൽ കിടക്കുന്ന ഈ ഷേപ്പിലെ ഇവിടെ കിടക്കുന്ന എല്ലാ പോയിന്റുകളും ഈ ആക്സിസിനെ ബേസ് ചെയ്യുമ്പോൾ എനിക്ക് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ട് യാതൊരു കാര്യമില്ല. ഏതൊരു പോയിന്റിന് ഞാൻ 6 × 1 എന്ന് എഴുതി പോയിന്റ് പ്ലോട്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും. ഒരു പോയിന്റിൽ പോലും ഇവിടെ കിടക്കുന്ന ഒരു പോയിന്റ്
പോയിന്റിൽ പോലും എനിക്ക് ഈ മെട്രിക്സുമായി മൾട്ടിപ്ലൈ ചെയ്യേണ്ട. എന്തുകൊണ്ട്? എന്റെ ആക്സിസ് ഇതാണ്. കാരണം കിടക്കുന്ന പോയിന്റുകളൊക്കെ 6 ടൈംസ് 1 ടൈംസ് കൊണ്ട് എഴുതിയാൽ മതി. കാരണം എന്റെ ആക്സിസ് അവിടെയാണ്. ശരിയല്ലേ? അതേസമയം ഇവിടെ പറ്റില്ലായിരുന്നു. കാരണം എക്സും വൈയുമായിരുന്നു ആക്സിസ്. അപ്പൊ പോയിന്റ് വരുമ്പോൾ ഞാൻ എക്സും വൈയും ബേസ് ചെയ്താണ് എടുക്കുന്നത്. എനിക്ക് അറിയില്ല. ബട്ട് വെക്ടറുകൾ ആക്സിസ് ആയി മാറിക്കഴിഞ്ഞപ്പോൾ, നമ്മുടെ ഐഗൺ വെക്ടറുകൾ ആക്സിസ് ആയി മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാ പോയിന്റുകളെയും എനിക്ക് ലാംഡയുടെ വില മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രകാരം ഈ പോയിന്റുകളൊക്കെ മൾട്ടിപ്ലൈ വലുതാക്കിയിട്ടാണ്. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എക്സ് വൈ ആക്സിസ് അല്ലേ വരിക? ആണല്ലോ. ഇത് ചെയ്യുന്നത് എക്സ് ഡാഷ് വൈ ഡാഷ് ട്രാൻസ്ഫോം ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു ചെയ്യും. തിരിച്ചെന്ന് പറഞ്ഞാൽ ഈ ആളെ തിരിച്ച് പഴയതുപോലെ എക്സ് വൈ ആക്സിസിലേക്ക് കൊണ്ടാകും. തിരിച്ചാക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? എനിക്ക് തിരിച്ചാക്കുമ്പോൾ പുതിയ എക്സ് വൈ ഡാഷിലുള്ള എനിക്ക് ട്രാൻസ്ഫോം ചെയ്തതിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് ഇയാൾ എക്സ് ഡാഷ് വൈ ഡാഷ് പുതിയ എക്സ് വൈയിലേക്ക് ആകുമ്പോൾ എന്റെ ട്രാൻസ്ഫോമിന് ഷേപ്പ് കിട്ടും. ഒറിജിനൽ എക്സ് വൈ ആക്സിന്റെ ട്രാൻസ്ഫോം ഷേപ്പ്. അപ്പൊ അതാണ് ശരിക്കും നമ്മൾ ഡയഗണലൈസേഷൻ വഴി ചെയ്യുന്നത്. ഡയഗണലൈസേഷൻ വഴി എന്താ ചെയ്യുന്നത്? എ എന്ന് പറയുന്ന മെട്രിക്സിനെ പി എന്ന് പറയുന്ന ആള് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എക്സ് വൈ ആക്സിസിൽ നിന്ന് എക്സ് ഡാഷ് വൈ ഡാഷിലേക്ക് കൊണ്ടുവരികയാണ്. എക്സ് ഡാഷ് വൈ ഡാഷിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത ശേഷം പി ഇൻവേഴ്സ് കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ച് എക്സ് ഡാഷ് വൈ ഡാഷിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവരും? എക്സ് വൈയിലേക്ക് കൊണ്ടുവരും. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പം λ6 ഉം λ1 ഉം ഈ വെക്ടറിനെ എലോങ് λ6 ആണ് ഈ വെക്ടർ എലോങ് λ1 എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് വൈ ആക്സിസിൽ ഒറിജിനൽ ഐഡന്റിറ്റി 1 0 0 1 എന്ന് പറഞ്ഞു. ഇത് രണ്ടുമാണ് ഇൻഡിപെൻഡന്റ് വെക്ടർ. അവ ചേർത്ത് 1 0 0 1 ആണ് ഐഡന്റിറ്റി വരുന്നതെങ്കിൽ ഈ പുതിയ എക്സ് ഡാഷ് വൈ ഡാഷ് ആക്സിസിൽ എന്റെ ഐഡന്റിറ്റി വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? 6 0 0 1 ആണ്. കാരണം λ6 λ1 ഭാഗം 6 0 0 1 ഇതാണ് എന്റെ പുതിയ ആക്സിസിൽ ഐഡന്റിറ്റി മെട്രിക്സ്. കാരണം ഈ വെക്ടറിൽ ഓരോ പോയിന്റിലും 6 ടൈംസ് ആണ്. ഈ വെക്ടറിൽ ഓരോ പോയിന്റിലും 1 ടൈം ആണ്. അപ്പൊ 6 0 ആണ് ഇവിടുത്തെ ബേസ്. അപ്പൊ 6 0 0 1 വരും. ഇതാണ് എന്റെ ഡയഗണൽ മെട്രിക്സ്. അപ്പൊ ഡയഗണലൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അതാണ്. ഒരു മെട്രിക്സിന്റെ ഡയഗണലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആക്സിസിനെ ഐഗൺ വെക്ടറിന്റെ ആക്സിസിലേക്ക് കൊണ്ടുവന്ന ശേഷം അത് ട്രാൻസ്ഫോർമേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഇതിപ്പോ 2x2 മെട്രിക്സ് ആയതുകൊണ്ടാണ്. ഇത് ഇങ്ങനെ ഡയഗണൽ മാറി വലിയ ഒരു ഡയമെൻഷണൽ ഷേപ്പ് ഒക്കെ ആകുമ്പോൾ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഐഗൺ വെക്ടറിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഇതൊക്കെ മാനുവലായി ചെയ്യാൻ പറ്റുന്ന പ്രോസസ് അല്ല. സോഫ്റ്റ്വെയറുകൾ വഴിയോ ഹൈ സ്പീഡ് കമ്പ്യൂട്ടറുകൾ വഴിയോ ഹൈ ഗ്രാഫിക്സ് കമ്പ്യൂട്ടർ വഴിയോ ചെയ്യുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിക്കും നിങ്ങൾക്ക് അതിന്റെ ഉള്ളിലേക്ക് ഡയഗണലൈസേഷൻ ഇത്രയും ഉള്ളിലേക്ക് പോയി ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ഡിഗ്രി പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് അറിയേണ്ട കാര്യമില്ല. കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ സ്വയം പഠിച്ച് മനസ്സിലാക്കുന്നത് വരെ അതിന് തിരിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകും. ബട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊക്കെ കമ്പ്യൂട്ടർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസിലേക്ക് പോകുന്നത്. പക്ഷേ ഇതൊക്കെയാണ് ഐഗൺ വാല്യൂസിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത്രത്തോളം ഉണ്ട് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന ഐഗൺ വാല്യൂസിന്റെ ഫിസിക്സ് കെമിസ്ട്രി നമുക്കുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വൈഡാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് എങ്ങനെ വരുന്നതെന്നുള്ളതല്ല പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് മെട്രിക്സിനെ ഡയഗണലൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമുള്ള പ്രോസസ്സാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുക എങ്ങനെയാണ് ഡയഗണലൈസ് ദ മെട്രിക്സ് 6 - 3 4 -1 അല്ലെങ്കിൽ ഫൈൻഡ് ഐഗൺ വാല്യൂസ് ആൻഡ് ദെൻ ഡയഗണലൈസ് എന്ന് ചോദിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ഡയഗണലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാപിറ്റൽ എ എന്ന് വിളിക്കുന്നു. A = മെട്രിക്സ് 6 - 3 4 -1 ആണല്ലോ. ആദ്യം ഇതിന്റെ ഐഗൺ വാല്യൂസ് കാണണം. therefore characteristic equation സെക്യുലർ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ അറിയാം ഡയഗണലിൽ നിന്ന് 6 - λ -3 4 - 1 - λ = 0 ആണ്. ഡയഗണലിൽ λ മൈനസ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 - λ × -1 - λ -4 × 3 -1 = +12 = 0. therefore -6 - 6 λ + λ -5 λ + λ² + 12 = 0. therefore λ² - 5 λ + 6 = 0. this is the characteristic equation. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാംഡയ്ക്ക് രണ്ട് വിലകൾ കിട്ടും. λ = 2, 3 ലാംഡയുടെ രണ്ട് വിലകൾ കിട്ടിക്കഴിഞ്ഞു.
ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ലാംഡ ഇൻടു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കാണണം അല്ലേ. therefore a minus 2i lambda I into x equal to 0 എന്നാണ് എടുക്കുക. that is matrix diagonal നിന്ന് 2 minus ചെയ്യുമ്പോൾ 4 minus 3 4 minus 3 into x1 x2 equal to 0 multiply ചെയ്യുമ്പോൾ 4x1 minus 3x2 equal to 0. രണ്ടാമത്തെ അതേ ഇക്വേഷൻ തന്നെയാണ് എടുക്കുക, അത് എഴുതണമെന്നില്ല. therefore നമുക്ക് 4x1 equal to 3x2 therefore x2 equal to 4 by 3x1 എന്ന് കിട്ടും. ശരിയാണല്ലോ. x2 equal to x2 നെ x1 ലേക്ക് എഴുതി. അപ്പോൾ നമ്മുടെ വെക്ടർ എന്താ കിട്ടുക? ക്യാപിറ്റൽ X equal to x1 x2 എന്നല്ലേ. that is equal to x1 into x2 ന് പകരം 4 by 3 x1 ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താകും? നമുക്ക് 3x1 4x that is equal to x1 into 3 4 x1 into 3 4. അപ്പോൾ ഫസ്റ്റ് വെക്ടർ നമുക്ക് കിട്ടി കഴിഞ്ഞു. ഐഗൺ വെക്ടർ ക്യാപിറ്റൽ X equal to വെക്ടർ മാട്രിക്സ് അല്ലെങ്കിൽ വെക്ടർ 3 4. ഇതാണ് ലാംഡ 2 കറസ്പോണ്ട് ചെയ്ത വെക്ടർ. ഇതുപോലെ ആരെ കണ്ടുപിടിക്കണം? ലാംഡ 3 എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക. അടുത്ത ലാംഡ 3 വരുമ്പോൾ നമുക്കറിയാം a minus 3i into x equal to 0 therefore matrix 6 minus 3 3 minus 3 4 minus 1 minus 3 minus 4 into x1 x2 equal to 0 therefore 3x1 minus 3x2 equal to 0 or 4x1 minus 4x2 equal to 0. രണ്ടും ചെയ്തു വരുമ്പോൾ നമ്മൾ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x1 equal to x2 എന്ന് കിട്ടും. x1 x2 തുല്യമാണ്. therefore capital X equal to x1 x2 therefore x1 x1 രണ്ടും തുല്യമല്ലേ. therefore x1 into 1 1 x1 into 1 1. ഇതാണ് നമ്മളുടെ സെക്കൻഡ് വെക്ടർ. therefore capital X equal to 1 1 എന്നാണ്. capital X രണ്ടാമത്തെ വെക്ടർ 1 1. therefore നമ്മൾക്ക് ക്യാപിറ്റൽ P പുതിയ മെട്രിക്സിനെ ഡിഫൈൻ ചെയ്യാം. ഏതൊക്കെ വെച്ചിട്ടാണ്? നമുക്ക് ആദ്യം കിട്ടിയ 3 4 ഫസ്റ്റ് വെക്ടർ, സെക്കൻഡ് വെക്ടറായ 1 1 3 4 1 1. ഇതാണ് നമ്മളുടെ ക്യാപിറ്റൽ P. ഇനി P ഇൻവേഴ്സ് ആണ്. P ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു 2/2 മെട്രിക്സ് ഇൻവേഴ്സ് കാണാൻ വളരെ എളുപ്പമാണ്. 1 by ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക 3 minus 4 equal to minus 1 into ഈ ഡയറക്റ്റ് എലമെന്റുകൾ തിരിച്ചെഴുതുക 1 3 അങ്ങോട്ട് തിരിച്ചെഴുതുക. മറ്റേ രണ്ടിന്റെ സൈൻ ആണ് മറ്റു രണ്ടിന്റെ. അപ്പോൾ 2/2 ഇൻവേഴ്സ് വളരെ എളുപ്പമാണ്. 3/2 പറ്റില്ല. 3/3 നിങ്ങൾ മൈനറും കോർ ഫാക്ടറും എഴുതി തന്നെ ചെയ്യണം. 2/2 എളുപ്പമാണ്. 1 by ഡിറ്റർമിനന്റ് into ഈ രണ്ട് എലമെന്റുകളെ തിരിച്ചെഴുതുക, മറ്റു രണ്ട് എലമെന്റുകളുടെ സൈൻ ആണ്. that is equal to P inverse minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ minus 1 1 4 minus this is P inverse. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് P inverse A into P എടുക്കാൻ പോകും. P inverse A into P എങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് P inverse A into P ആണ് കാണേണ്ടത്. P inverse A into P equal to P inverse എന്ന് പറഞ്ഞാൽ minus 1 1 4 minus 3 നമ്മൾ ചെയ്യുന്നതാണ്. A 6 minus 3 4 minus നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. then P 3 4 1 1 that is equal to നമ്മൾ ഇതിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 6 plus 4 minus 2 3 minus 1 2 24 minus 12 12 minus 12 plus 3 minus 9 into 3 1 4 1 that is equal to വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 6 plus 8 2 minus 2 plus 2 0 36 minus 36 0 12 minus 9 നോക്കൂ, നമ്മൾക്ക് ഡയഗണൽ മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതും ഡയഗണൽ ഏതെല്ലാം ഐഗൺ വാല്യൂസ് തന്നെ കിട്ടി 2 3 തന്നെ കിട്ടി ഈക്വൽ ടു ക്യാപിറ്റൽ D. ഇതാണ് നമ്മുടെ ഡയഗണൽ മെട്രിക്സ്. ശരിക്കും നമുക്ക് ഐഗൺ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഇത്രയും വെക്ടറുകളൊന്നും ചെയ്ത് വിടുന്ന കാര്യമില്ല. നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് അതല്ല. ഇവിടെ നമ്മൾ ഡയഗണലൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐഗൺ വെക്ടർ കണ്ടുപിടിച്ച് അവ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയഗണൽ ഐഗൺ വാല്യൂ ഉള്ള ഒരു മെട്രിക്സ് കിട്ടും. ഇതാണ് ഡയഗണലൈസേഷൻ.